ഞാൻ ദേ വീണ്ടും നമ്മുടെ പുള്ളിക്കാരൻ വന്നേക്കുവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഒരാളും കൂടി ഉണ്ട്. അപ്പം അതേപോലെ തന്നെ മഴയൊന്നുമില്ല, നല്ല വെയിലാണ്, നല്ല ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂട്. ഇന്ന് എന്താ പ്ലാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുഞ്ഞ് ലോങ് ട്രിപ്പാട്ടോ. ഒരു പ്ലാനുണ്ട്, അതായത് ഒരു സർക്യൂട്ട് അടിക്കാനുള്ള പരിപാടിയിലാണ്. ഫുൾ ഓർഡറാണ് വണ്ടി. ഞാൻ ഇറങ്ങുന്ന സമയത്ത് കാണിച്ചു തരാം. രാവിലെ ഇറങ്ങി ഹൈവേ ഒന്നും വ്ലോഗ് ചെയ്ത് വെറുപ്പിക്കേണ്ടാവെന്ന് വിചാരിച്ചു. നമുക്ക് നല്ല നല്ല കാഴ്ചയൊക്കെ വരുന്ന സമയത്ത് വിഷ്വൽ എടുത്താൽ മതിയല്ലോ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒപ്പം ഉള്ള ആൾ സ്പെഷ്യലാണ്. നേരെ ഇപ്പോൾ പാമ്പനാർ റൂട്ട്, അതായത് മുന്നേ ഒരാഴ്ച മുന്നേ പാമ്പനാർ റൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വ്ലോഗൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വ്ലോഗ് ചെയ്യാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അത് കാരണമാണ് അന്ന് വ്ലോഗ് ചെയ്യാത്ത. യമഹയുടെ ഒരു വർക്കായിട്ട് വന്നതായിരുന്നു. ഇപ്പോൾ നേരെ നമ്മൾ പോകുന്നത് പാമ്പനാറ് പിടിച്ച് പെരുന്തുംപാറ വരെ ആയിരിക്കും ചിലപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത്. നമ്മുടെ ജിനീഷേട്ടൻ്റെ കട ചെയ്താട്ടോ. ഒരു മിനിറ്റ് ചേട്ടാ, ജിനീഷേട്ടനില്ലേ? ആണോ? ഞാൻ ശരിക്കും തേക്കടിയൊക്കെ കറങ്ങി ചിലപ്പോൾ ഒന്ന് കൊടൈക്കനാൽ പോകാനുള്ളൊരു പ്ലാനുണ്ട്. അതും അല്ലെങ്കിൽ ചിലപ്പോൾ ബോഡിമേട്ട് കറങ്ങി മൂന്നാർ വഴി തിരിച്ച് വീട്ടിലേക്ക് എത്താനുള്ളൊരു പ്ലാനിലാണ് ഞാനിപ്പോൾ പോകുന്നത്. ഒറ്റയ്ക്കല്ല, അപ്പോൾ അത് കാരണം കുറച്ച് ടൈമൊക്കെ എടുത്ത് റിലാക്സ് ചെയ്ത് പോകാനാണ് പ്ലാൻ. ഇന്നലെ മെനിയാന്നങ്ങാണ്ടൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നിട്ടോ. അത് കാരണം റോഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റോഡിലൊക്കെ വെള്ളം കിടക്കുന്നുണ്ട്, ചെളിയുണ്ട്. തണുപ്പുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ തണുപ്പൊന്നുമില്ല. മഴ പെയ്ത് മാറിയിട്ടുള്ളൊരു ഭംഗിയുണ്ടല്ലോ, അതുണ്ട്. സമയം ഏകദേശം 9:30 ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും വെയിലായി. പക്ഷെ നല്ല കളറാട്ടോ ഇന്ന് സ്കൈക്ക്. എനിക്കൊന്ന് ഈ മഴ പെയ്ത് മാറിയത് കാരണമാണോ എന്ന് എനിക്കറിയത്തില്ല. നല്ല കളറുണ്ട് ഇന്ന് സ്കൈക്ക്. അതുമാത്രമല്ല ക്ലൗഡ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ വിഷയമൊന്നും അധികം എടുക്കുന്നില്ല, കാരണം എപ്പോഴും പുള്ളിക്കാനത്തെ പറ്റി പറഞ്ഞ് എന്തായാലേ കട്ട ഉറപ്പിക്കലല്ലേ. അപ്പോൾ അത് കാരണം നമുക്ക് കാണാത്ത സ്ഥലങ്ങളും ഇന്ന് ഞാൻ മെയിൻലി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ പാമ്പനാർ ഏരിയ ആയിരിക്കും കേട്ടോ. ഈ ഒരു എപ്പിസോഡിൽ ഒരു 3 എപ്പിസോഡായിട്ട് ചെയ്യാനാണ് പ്ലാൻ. അങ്ങനെ നമ്മുടെ ചാർലി വളവ്, ടൈറ്റാനിക് വളവ്, ചുംബനമനമ്പ് ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വീടിൻ്റെ താക്കോല് ഇതിനകത്തുണ്ട്. ഫോട്ടോ എടുക്കാൻ ഇറങ്ങുന്നുണ്ടോ? അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പുള്ളിക്കാനം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇന്ന് വാഗമണല്ല കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് നമ്മൾ പാമ്പനാർ ഏരിയ, തേക്കടി അങ്ങനെ ഒന്ന് കറങ്ങി വരാനുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ ചാർലി വളവില്ലേ, ആ ഒരു ഭാഗത്താണ് ഉള്ളത്. ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. നല്ല പച്ചപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. വെള്ളച്ചാട്ടമൊക്കെ നല്ലോണം ആക്റ്റീവ് ആയിട്ടുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഇപ്പോൾ ഒരാളും കൂടി ഉണ്ടെന്ന്. അച്ഛനാട്ടോ, ഞാനും അച്ഛനും കൂടി ഈ ഒരു ബൈക്കിൽ അങ്ങനെ ലോങ്ങോ കാര്യങ്ങളോ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സാധാരണ ഇതിൽ വന്നു കഴിഞ്ഞാൽ കാറിനാണ് പോവാറ്. അപ്പോൾ ഈ ഒരു ടൈം എന്തായാലും നമുക്ക് ബൈക്കിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കുഞ്ഞ് ലോങ് റൈഡാണ്. സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാഗും ടോപ്പ് ബോക്സും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 പേരുടെ സാധനങ്ങളും എല്ലാം ഇതിനകത്ത് സുഖമായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അച്ഛാ, എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിൻ്റെ പുറകിലിരുന്നിട്ട് കുഴപ്പമുണ്ടായോ? R15 R15 വരെ ഇരുന്ന് പോയ ആളാണ്. എന്നിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പുറകിൽ. അതല്ലേ, ഇപ്പോൾ പില്ലിയൻ കംഫർട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അച്ഛന് സുഖമായിട്ട് ഇതിനകത്ത് ഇരുന്ന് വരാൻ പറ്റി. പിന്നെ കയറാൻ ബുദ്ധിമുട്ടല്ലേ അച്ഛൻ ഇതിനകത്തേക്ക്? അല്ലെങ്കിൽ ചാടി കയറാന്നുള്ളേ ഉള്ളൂ. ഇടയ്ക്ക് നമ്മുടെ ഇല്ലിക്കൽ കല്ലിലേക്ക് ഒരു പുതിയ റോഡ് പണിതിട്ടുണ്ടായെന്ന് നമ്മൾ ന്യൂസിലും അതുപോലെ തന്നെ ഒരുപാട് റീലിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതായത് ഇല്ലിക്കൽ കല്ലിൻ്റെ വേറൊരു സൈഡിലേക്കാണ് വന്ന് കയറുന്നത്. അത് നമുക്കിത് ലിറ്ററലി നമ്മുടെ ഈ നിൽക്കുന്ന സ്ഥലം, അതായത് നമ്മുടെ ഇപ്പോൾ ഈ പുള്ളിക്കാനത്തേക്ക് പോകുന്ന വഴിക്ക് ഒന്ന് കാണാൻ പറ്റും. ആ ഒരു ഒരു ലൈൻ, വൈറ്റ് ലൈൻ പോലൊരു സംഭവം നമുക്ക് കാണാൻ പറ്റും. ഞാനത് ഇതിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും തോന്നുന്നില്ല. ഞാനത് ക്യാമറയിൽ എടുത്തിട്ട് കാണിച്ചു തരാം.
ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ അച്ഛൻ്റെ മുന്നിൽ ക്യാമറയും പിടിച്ച് നിന്നിട്ട് വ്ളോഗ് ചെയ്യാനായിട്ട് നല്ല ചടപ്പുണ്ട്. ഞങ്ങൾ ഇതിന് മുന്നേ 2 വീലറിൽ പോയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആക്സസ് ഉണ്ടായിരുന്നു, സുസുക്കിയുടെ ആക്സസ് ഉണ്ട് അച്ഛൻ്റെ സ്കൂട്ടർ. ആ ടൈമിൽ എൻ്റെ കയ്യിൽ R15 ആയിരുന്നു, R15 വേർഷൻ 2. R15 വേർഷൻ 2ൻ്റെ പുറകിലിരിക്കുക എന്ന് പറയുന്നത് ഇതിലും വലിയ ടാസ്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ സുസുക്കി ആക്സസ് എടുത്തിട്ട് നമ്മൾ നേരെ വാൽപ്പാറ പോയി. ആ വാൽപ്പാറ എത്തിയിട്ട് അവിടെ നിന്ന് കറങ്ങി മൂന്നാർ വഴി ഒരൊറ്റ ദിവസം കൊണ്ട് കറങ്ങി വന്നു. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല, പുറകിൽ സുഖമായിട്ടിരിക്കാം. പക്ഷേ ഇതിലേക്ക് കയറുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു ലഗേജ് ഇരിക്കുന്ന കാരണം എന്തായാലും ഈ ഒരു റൈഡ് കഴിയുമ്പോഴത്തേക്കും അച്ഛൻ്റെ കാലും ഒരു പരിവാവും, അതുപോലെ തന്നെ എൻ്റെ ഷോൾഡറും. കാരണം നമ്മുടെ ഷോൾഡറിൽ പിടിച്ചിട്ട് വേണം ഇതിൻ്റെ മേളിലേക്ക് കയറാനായിട്ട്. പിന്നെ ഓടിക്കാനായിട്ടാണെങ്കിലും എനിക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് കൂളായിട്ട് ഓടിച്ച് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ കാഞ്ഞാറ് കയറ്റം കയറാനായിട്ടും ഈ ഒരു ഇത്രയും ലോഡും പില്ലിയണുമായിട്ട് കയറാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഐ ഹോപ്പ് ഈ ഒരു വ്ളോഗ് അടിപൊളിയാകും എന്നുള്ളത്. കാരണം ഇത് സംതിങ് സ്പെഷ്യലാണ്. ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച, അല്ലെങ്കിൽ ഞാനെപ്പോഴും വിചാരിക്കാറുണ്ട് എനിക്കങ്ങനെ ഒന്നില്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കും പോവുക, അല്ലെങ്കിൽ എനിക്ക് പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞത് ഇതാണ്. അത്രേ ഉള്ളൂ. എനിക്ക് കൂടുതലൊന്നും പറയാനറിയില്ല. എന്താണെങ്കിലും നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ പാമ്പനാറൊക്കെ കറങ്ങി തേക്കടി ആ ഒരു ഭാഗത്തേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അച്ഛൻ പാമ്പനാർ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ എന്തായാലും പാമ്പനാർ പോകണം. പിന്നെ പെരുന്തുംപാറ പറ്റിയാലൊന്ന് കയറിയിട്ട് സത്രം വഴി കയറി വണ്ടിപ്പെരിയാറ് കയറി അങ്ങനെ തേക്കടി പോകുമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എന്നെ കാണാൻ കൂടെ വരുമെന്ന്. കൂടെ വരും കേട്ടോ, വരുമെന്നാ തോന്നണേ. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ വാഗമണ്ണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ വണ്ടി കയറ്റം കയറുന്ന സമയത്താണെങ്കിൽ കുഴപ്പമില്ല, ടോപ്പ് ബോക്സിൽ തട്ടി നിന്നോളും, പുറയിലേക്ക് പോകത്തില്ല. ഇറക്കം ഇറങ്ങുമ്പോൾ പക്ഷേ സീന. ഇതാ ഞാൻ ആ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാനിങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നവർ എന്നെ ടാഗ് ചെയ്യാനായിട്ട്. ഒരുപാട് പേര് ടാഗ് ചെയ്ത് മെൻഷൻ ചെയ്ത ഈ ബൊഗേൻവില്ല. പക്ഷേ ഇതിന് മുള്ളില്ലല്ലോ ഈ ബൊഗേൻവില്ലയ്ക്ക്. ഇത് വീഡിയോ ഇട്ടിട്ട് നമ്മുടെ താഴത്ത് ജിജോ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. പുള്ളി പറഞ്ഞു ഇതിൻ്റെ ഓണറിൻ്റെ നമ്പർ തരാം, നീ വേണമെങ്കിൽ ചോദിച്ചു നോക്കാൻ പറഞ്ഞു. വീട് ചോദിച്ചു നോക്കിയാൽ അത് കൊടുക്കണ്ടോ? ഇതുപോലെ 100 പേരും ഒന്ന് പറയണ്ടാവുമല്ലേ. പക്ഷേ ഇത് നല്ല ഏരിയ, നല്ല ക്ലൈമറ്റ് ഉള്ള സ്ഥലമാണ്. വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് കോടയായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ട്. പക്ഷേ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ നിന്ന് ഇറങ്ങി എടുക്കൽ ചടങ്ങാണ്. റോഡൊക്കെ ടാർ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടേക്ക് ഇൻ്റർലോക്കൊക്കെ ഇട്ട് സെറ്റാക്കി. നേരത്തെ ഇവിടെ കാറായിട്ട് വരുമ്പോൾ ഇവിടെ ഭയങ്കര പാടായിരുന്നു. ഇവിടെ ഒരു വീടുണ്ട്, ആ കാണുന്ന വീട് കണ്ടോ? അത് ഈ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ എടുക്കുന്ന വീടാ. അത് ബൊഗേൻവില്ലയാണോ അത്? പക്ഷെ ആ വീട് നല്ല രസമല്ലേ കാണാൻ, കുറേ സിനിമയിലൊക്കെ ഉണ്ട് അത്. ആ ഒരു മരമല്ലേ ആ ഭംഗി കൊടുക്കണേ, ആ മരവും വീടും. ഇപ്പോൾ ഇതിലെ വണ്ടി ഓടിക്കാനായിട്ട് നല്ല മൂടാണ്, നല്ല രസമുണ്ട്. കാരണം ആ ഒരു വെയിലങ്ങോട്ട് പോയിട്ട് മൂടി ക്ലൈമറ്റ് ആയപ്പോഴത്തേക്കും സെറ്റായി. നല്ല റോഡ് വന്നു കഴിഞ്ഞാൽ പുറകിലിരിക്കുന്ന ആൾക്കും കംഫർട്ടായിരിക്കും. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു, നേരെ നമ്മുടെ വാഗമൺ ടൗൺ വിടുക കേട്ടോ. 1-1.5 പോസ്റ്റാട്ടോ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് ചോദിക്കാൻ പോലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പൈൻ വാലി ആ ഒരു ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, കാരണം നല്ല തിരക്കായിരിക്കും. പിന്നെ അച്ഛന് ഈ ബൈക്കിൽ നിന്ന് ഇറങ്ങാനും കയറാനും ഒക്കെ ആയിട്ട് നല്ല ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ ബ്രേക്സ് കുറച്ച് ഇനി എടുക്കുന്നുള്ളൂ. എടുക്കുവാണെങ്കിൽ തന്നെ ബൈക്കിലിരുന്ന് കാഴ്ചയൊക്കെ കാണുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ എവിടെയെങ്കിലും നോക്കാമെന്ന് ചോദിച്ചാൽ. അപ്പോൾ അതിന് പറ്റിയ സ്ഥലമാണ് പാമ്പനാർ. എന്താണ് കാല് വെക്കാൻ പറ്റണല്ലേ? ഞാനേ നമ്മുടെ വാഗമണിയിൽ നിന്ന് ഒന്ന് ഡീവിയേറ്റ് ചെയ്തു കേട്ടോ. ഞാൻ ഈ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ട് റിവ്യൂ ചെയ്തൊരു പ്രീമിയം ബെഡ്റൂം കോട്ടേജ് ഉണ്ട്, വില്ലോ ഹൗസ് എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ സാജൻ ചേട്ടൻ്റെയും നമ്മുടെ സിനി ചേച്ചിയുടെയും ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു സ്വീറ്റ് ഹോം പോലെയാണ് എനിക്കവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് അതിൻ്റെ വീഡിയോ ചെയ്യാനും അത് നല്ല റീച്ചും ഉണ്ടായിരുന്നു. അത്യാവശ്യം ആൾക്കാർ നല്ല രീതിയിൽ എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ തന്നെ 2ാമത്തെ പ്രോപ്പർട്ടി തൊട്ടടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടം വരെ വന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ എന്തായാലും പിന്നീട് ചെയ്യും കേട്ടോ. ഇപ്പോൾ എന്തായാലും വേറൊരു ട്രിപ്പായിട്ട് ഇറങ്ങിയതല്ലേ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടേശം പോവാം എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ ഇടും. ഞാൻ എന്തായാലും തിരിച്ചു വരും. ഞാൻ അതിൻ്റെ പണി കുറച്ചൊന്ന് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇവിടെ നിന്ന് ലെഫ്റ്റ്, അതായത് ഈ ഫോഗിനോൾസിലേക്ക് പോകുന്ന അതേ റൂട്ട്, വില്ലോ ഹൗസ്. സുജിത് ഭക്തനില്ലേ വന്ന് റിവ്യൂ ചെയ്യാറുള്ള സ്ഥലമാണ് ഫോഗിനോൾസ് റിസോർട്ട്. ഈ വില്ലോ ഹൗസിലേക്ക് പോകുന്ന വഴിയും നൈസാട്ടോ. നമ്മുടെ ഈ വില്ലോ ഹൗസിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ അറിയോ? നമ്മൾ ഈ വാഗമണ്ണിൽ എവിടെയും ഒന്നും കാണാൻ പോകത്തില്ല. ഞാൻ സജസ്റ്റ് ചെയ്തുള്ള എൻ്റെ പേരിൽ ഞാൻ വീഡിയോ കണ്ട് പോയ എല്ലാവരും പറഞ്ഞ ഒരേ ഒരു കാര്യം അതാ, ഇവിടെ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ തോന്നത്തില്ല. അത്ര അടിപൊളിയാണ്. ക്ലൈമറ്റ് ആണെങ്കിലും ഒരു ആംബിയൻസ് ആണെങ്കിലും അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും എല്ലാം. ഞാനെന്തായാലും അവിടെ എത്തിയിട്ട് സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വലിയ വണ്ടിയൊക്കെ വരുന്നതാണ്, മറ്റേ ട്രാവലറൊക്കെ വരുന്ന സ്ഥലമാണ്. ഈ വില്ലോ ഹൗസിലെ ഫസ്റ്റ് ഗസ്റ്റ് ആയിരുന്നു ഞാൻ. ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. വൈകുന്നേരം ഒരു വാക്കിടാനൊക്കെ അടിപൊളിയാണ്. ഈ കാണുന്നത് ഫോഗിനോൾസ് ആണ്. ഇത് കണ്ടോ, ട്രാവലറൊക്കെ വന്ന് നിൽക്കുന്നുണ്ടോ? ഇതാണ്ടോ, അടിപൊളിയല്ലേ?
അപ്പോൾ ഓക്കെ ബൈ. ശരി. അപ്പോൾ ഇതാണ് നമ്മുടെ വില്ലോ ഹൗസ്. ഇതും അപ്പോൾ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ താമസിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ ഇട്ടേക്കാം കേട്ടോ. ആൻഡ് ഉള്ളിലേക്കുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് നേരെ പാമ്പനാർ പോകും. കണ്ണാടി ഒന്ന് നോക്കുന്ന കിളി അത് ആ വളവിലായിരുന്നത്. അന്ന് ഇയോണിലല്ലേ വന്നിരുന്നത്? ഇയോണിലാണ് വന്നിരുന്നത്. അതിൻ്റെ ബൈക്കിന് പോയപ്പോൾ ബൈക്കിൻ്റെ ഫ്രണ്ടിലും ഉണ്ടായിരുന്നു. ശരിക്കുണ്ടല്ലോ നമ്മുടെ മൊട്ടക്കുന്നിൻ്റെ ഭാഗത്ത് നിന്ന് ലെഫ്റ്റിലേക്കുള്ളൊരു വഴിയുണ്ട്. ആ വഴി നേരെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഏലപ്പാറ എത്തുന്നതിന് മുന്നേ പോയി ചാടാൻ പറ്റും. ഞാനിപ്പോൾ അതിൽ പോകുന്നില്ല, കാരണം വേറൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. അപ്പോൾ ഇത്രയും ലഗേജും വെച്ചിട്ട് അച്ഛനെടുത്ത് കയറ്റി കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമാധാനപരമായിട്ട് നല്ല വഴിയിലൂടെ പോകാം. പക്ഷേ മഴയാണെങ്കിൽ ഇവിടെ രസമുള്ളൂ, അതാണൊരു പ്രശ്നം. ഇതിപ്പോൾ നേരെ ഏലപ്പാറ റൂട്ട്, ഏലപ്പാറയിൽ നിന്ന് നേരെ കുട്ടിക്കാനം, നമ്മുടെ നിക്സൺ ചേട്ടൻ്റെ റിസോർട്ടിൻ്റെ വഴി. വലിയ ആൾത്തിരക്കൊന്നും ഇല്ലല്ലേ, സമയമായി വരുന്നേ ഉള്ളൂ. ഇത് ദൂരത്തായിട്ട് നമുക്ക് പാരാഗ്ലൈഡിങ് കാണാം കേട്ടോ, നമ്മുടെ പാരച്യൂട്ടൊക്കെ ഇട്ട് പറക്കുന്ന സംഭവം. അപ്പോൾ ക്ലൈമറ്റും അതുപോലെ തന്നെ വിൻഡൊക്കെ ഫേവറബിൾ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ഇവിടെ ഉണ്ടാവുന്നതാണ്. എനിക്ക് തോന്നണു ഇതൊരു രക്ഷയില്ലാത്ത കളറും ഫ്രെയിമും ആയിരിക്കുമെന്നാണ്. കാരണം ഈ ഒരു ബ്ലാക്ക് റോഡ്സും ബ്ലൂ സ്കൈയും പച്ചപ്പും ഈ വൈറ്റ് ലൈൻസും എല്ലാം പൊളിയായിട്ടുണ്ട്. നമ്മുടെ മൂന്നാറിലെ ഗ്യാപ്പ് റോഡില്ലേ, അതുപോലത്തെ തന്നെ ഇതിപ്പോൾ കുട്ടിക്കാനം അങ്ങ് കുമളി വരെ ഇതേപോലെയാണ് റോഡ്. ഫുള്ള് ടാർ ചെയ്തിങ്ങനെ അടിപൊളിയാക്കി ഇട്ടേക്കുക, നല്ല വീതിക്കാണ്. അപ്പോൾ നമ്മുടെ മേമല എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാലാണ് നമ്മുടെ ഗ്ലെൻമോർ അല്ലെങ്കിൽ പാമ്പനാർ ഭാഗത്തേക്ക് പോകുന്നത് കേട്ടോ. നല്ല അടിപൊളി റോഡും അടിപൊളി കോർണേഴ്സും. പേടിക്കണ്ട, ചരിഞ്ഞു പോകത്തില്ല, ആ വണ്ടി എങ്ങനെ കിടക്കും, കുഴപ്പമില്ല. ഇതാണ് ഗ്ലെൻമേരി റോഡ്, അതായത് നമ്മുടെ പാമ്പനാർ പറഞ്ഞില്ലേ ഞാൻ, ആ ഭാഗത്തേക്കുള്ള വഴിയത്. ഇവിടെ നമ്മുടെ നിക്സൺ ചേട്ടൻ്റെ റിസോർട്ട് ഇതിലേ പോകുന്നത് ഇല്ലേ. ഓർഡിനറി ഫിലിമിൽ ആ ബസ് കൊണ്ടിടുന്ന സ്ഥലമില്ലേ, ബൈക്കിനൊക്കെ വരുവാണെങ്കിൽ ഈ റോഡ് തന്നെയാണ് നല്ലത്. കാറിന് കുഴപ്പമില്ല, അത്യാവശ്യം വീതിയൊക്കെയുള്ള സ്ഥലമാണ്. മഴയൊക്കെ പെയ്യുവാണെങ്കിൽ രസമായിരിക്കും ഇവിടെ. ഇത് ഈ സ്ഥലം കണ്ടോ, ഇവിടെ ഈ പകുതിക്ക് നിൽക്കുന്ന ബിൽഡിങ് കണ്ടോ, അവിടെയാണ് ആ ബിജു മേനോനും കുഞ്ചാക്കോ മോനും താമസിച്ചിരുന്ന സ്ഥലം. അത് ബസ് ഇട്ടേച്ചത് ഈ ഒരു മരത്തിൻ്റെ ഇടയിലാണ്. പാട്ട് സീനൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അത് മഴയത്ത് നല്ല അടിപൊളിയായിരിക്കും. ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു റോഡെന്ന് പറയുന്നത്. എനിക്ക് എത്ര വന്നാലും മതിയാവില്ല. ഇതിപ്പോൾ 2 ദിവസം മുന്നേ ഈ റൂട്ടിൽ വന്നേ ഉള്ളൂ, എന്നാലും എന്തോ ഭയങ്കര രസമാണ് ഇതിൽ വരുന്ന സമയത്ത്. അടിപൊളിയല്ലേ ഈ സ്ഥലം. ഇവിടെ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം കിട്ടുവാണെങ്കിൽ അടിപൊളിയാണ്. ഇവിടെ മൃഗങ്ങളുടെ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈ രസം, എന്ത് രസം ഈ സ്ഥലം കാണാൻ. ഭയങ്കര സമാധാനമാണ് ഈ ഒരു ഏരിയയിൽ. വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ആ വില്ലോ ഹൗസ് പോലൊരു സംഭവം ഇവിടെ തട്ടിക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. ക്ലൈമറ്റും ഉണ്ട്. എനിക്ക് തോന്നുന്നു വാഗമണ്ണേക്കാളും തണുപ്പ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് കട്ടൻ ചായ കുടിക്കും. ഇവിടെ നിന്നാണ് ഞാൻ സ്ഥിരം കട്ടൻ ചായ കുടിക്കാറ്. ഞാൻ വീണ്ടും പാമ്പനാർ വന്നേക്കുവാണ്. കയ്യിൽ കട്ടനുണ്ട്, തൊട്ടടുത്ത് ക്യാമറയുണ്ട്, ആൻഡ് നമ്മുടെ ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്, അച്ഛൻ്റെ അവിടെ ഉണ്ട്. ഞങ്ങളിങ്ങനെ ഒരു കട്ടനൊക്കെ കുടിച്ചിങ്ങനെ നിൽക്കുവാണ്. മഴയൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും മഴയും കാര്യങ്ങളൊന്നുമില്ല, നല്ല ചൂടുണ്ട്, വെയിലുണ്ട്, പക്ഷെ വലിയ ചൂട് കാര്യമായിട്ടില്ല. മാറിപ്പോയതാണ് പറഞ്ഞപ്പോൾ, ചെറിയ ചൂടേ ഉള്ളൂ. ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെയിലും മാറിയും വന്നൊക്കെ നിൽക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. എന്താണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷനാണ് പാമ്പനാറിലെ ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ചായക്കടയും ഈ മരവും ഈ റോഡും ഈ തേയിലത്തോട്ടവും കൂട്ടത്തിൽ നമ്മുടെ ബൈക്കും കൂടി വന്നു കഴിഞ്ഞാൽ പൊളിമൂട് അമ്പാടിയാണ്. അപ്പോൾ ഇപ്പോൾ എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ നേരെ നമ്മുടെ ഇവിടുത്തെ ചാർലി ലൊക്കേഷൻ ഉണ്ടല്ലോ, അവിടെ ഒന്ന് പോയി അച്ഛനെ ഒന്ന് കാണിച്ചിട്ട് നമ്മളിവിടെ നിന്ന് നേരെ തേക്കടിക്ക് വിടുവാണ്. ഈ നട്ടു ചിക്കി പെരുന്നുമ്പാറ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ സുങ്കാങ്കി ആയി പോവും കരിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് നേരെ നമ്മൾ തേക്കടി തന്നെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ സ്റ്റേ എടുക്കാനുള്ള പരിപാടികളാണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി വൈകുന്നേരം മഴ കിട്ടുമായിരിക്കും. ചാടിയട്ടെ നട്ടുച്ചയ്ക്ക്. ഇവിടെ അടുത്തേ ചാർലി സിനിമ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷൻ ഉണ്ട്. മറ്റേ ദുൽഖർ ഒരു പുള്ളിക്കാരനെ പിടിച്ച് വെള്ളത്തിലെടുത്തില്ലേ, അതിവിടെ അടുത്താ. കയറിക്കോ അമ്മീ. ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ആ ടീ ടെറൈൻ റിസോർട്ട് കാണാൻ പറ്റും. ഇത് കാണുന്നുണ്ടോ? ഇത് എനിക്ക് പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നോക്കി വെച്ച വീടാണ്. അത് ആ വീട് കണ്ടോ? ഇവിടെ ഏതോ ഒരു അമ്പലമുണ്ട്, ഈ കൈലാസഗിരി എന്ന് പറഞ്ഞിട്ടേ. ഇവിടെ കൈലാസഗിരി ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിലുള്ളൊരു അമ്പലമാണ് അത്. കൈലാസഗിരിയിൽ മറ്റേ പോണം എന്നല്ല ചേച്ചി വടി. അയ്യോ പൊന്നോ, വടിയും വെച്ച് നിന്ന് തിരിയുക. ഈ ഒരു കുഞ്ഞ് ഇടവഴി കൂടിയാണ് നമുക്ക്. മഴ പ്രതീക്ഷിച്ച് വന്നപ്പോഴൊന്നും മഴ പെയ്തിട്ടില്ല ഇവിടെ. എനിക്കറിയാം, ഞാൻ ഈ ഒരു വ്ലോഗ് മുന്നേ ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ സ്കൂളും പരിസരവും ഒക്കെ കാണിച്ചിട്ട്. എന്താണേലും അച്ഛനായിട്ട് വന്നതല്ലേ, അപ്പോൾ അച്ഛനെ ഒന്ന് കാണിക്കണ്ടേ. അപ്പോൾ കൂട്ടത്തിൽ അച്ഛൻ പിടിച്ചിരുന്നോ? സ്വാമിയേ വീസ്ട്രോം എന്നാ സുമ്മാവാ. സ്കൂൾ എന്താണെന്നാവോ? ഇതാണ് ആ ചാർലി ഫിലിമിലെ സ്കൂള്. അടിപൊളി സ്കൂളല്ലേ? വൃദ്ധസദനം അത് തന്നെ, ആ സ്ഥലമായത്. അതിലൊരു വഴി ഉണ്ടായിരുന്നു. ആ വഴി നേരെ താഴത്തോട്ട് പോയ ഒരു തടാകമൊക്കെ ഉണ്ട്. പക്ഷെ അത് വേറെ വഴി കൂടി പോകണം. ഇപ്പോൾ തൊട്ട് താഴത്ത് തന്നെയാണ് തടാകം. പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം ഇവിടെ ഇതുപോലെ കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടെന്ന്. ഓഫ് റോഡാ, കുറച്ച് ദൂരം. ആ സ്കൂൾ അതിൻ്റെ മേളിലാണ്, അതിൻ്റെ തൊട്ട് താഴത്തായിട്ടാണ് ഈ വന്ന് കയറുന്ന വഴി. കട്ട ഓഫ് റോഡായിരുന്നു ഇവിടെ. അമ്പോ, അത് ഭാഗ്യമായി. ഇവിടുത്തെ ഓഫ് റോഡ് ഭയങ്കര സീനായിരുന്നു. ഇതാണ് ആ സ്ഥലം. വെള്ളമില്ല, ഒന്നുമില്ല. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ രണ്ട് സൈഡിലും വെള്ളം ഉണ്ടാവും. ഇതാണ് വെള്ളം ഉണ്ടായിരുന്ന സ്ഥലമായത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ ചാർലി ലൊക്കേഷനിൽ വീണ്ടും വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആ സ്കൂൾ മേളിലാട്ടോ, അത് അവിടെ ആയിട്ടാണ്. ഈ ഒരു സ്ഥലം കണ്ടിട്ടിപ്പോൾ വൻ കോമഡിയാണ്. ഈ ഒരു ലെവലിൽ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒന്നുമില്ല, ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ. മഴയൊക്കെ പെയ്ത് ഒരു സെപ്റ്റംബർ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും എന്താണെങ്കിലും സെറ്റ് ആവുമായിരിക്കും. ഈ ഒരു മരത്തിൽ ഓറഞ്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ എന്തോരം ആൾക്കാർ അവിടെ വന്നിരിക്കുന്നതെന്ന് അറിയാം. ആ സിനിമയിൽ കണ്ട സ്ഥലം ഓർക്കുന്നുണ്ടോ? ഇവിടെ മുന്നേ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കറക്റ്റായിട്ടുണ്ട്. ഇവിടെയും വെള്ളമുണ്ട്, അവിടെയും വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല കാറ്റല്ലേ ഇവിടെ. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇവിടുത്തെ അവസ്ഥ. ഞാൻ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ തേക്കടിക്കാണ് പോകുന്നത്. തേക്കടിയിൽ ഒരു അടിപൊളി സ്ഥലത്തെ സ്റ്റേ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ ഇനി ഞാൻ പോകാൻ പോകുന്നത്. അതെന്തായാലും അടുത്തൊരു വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. സോ ഫ്രം ദിസ് ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ഞാനും അച്ഛനും സൈൻ ഓഫ് ചെയ്യുവാണ്. എന്തായാലും ഇവിടുത്തെ കുറച്ച് സിനിമാറ്റിക് ഷോട്ട്സ് ആഡ് ചെയ്യാം കേട്ടോ. നല്ല ഫ്രെയിമല്ലേ?